പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 2 കൊരിന്ത്യർ 12 അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വെളിപാടുകളുടെ ആധിപത്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. അത് എന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോട് എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡകളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടയാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. നമ്മളുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, യേശു ഉണ്ടെങ്കിൽ സാത്താനുമുണ്ട്. സാത്താനുള്ളതിൻ്റെ തെളിവാണ് പിശാചിൻ്റെ ദൂതൻ പൗലോസിൻ്റെ മേൽ വസിക്കുകയാണ്. രോഗാവസ്ഥയിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ആ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്താ പറയുന്ന, നിനക്കെൻ്റെ കൃപ മതി. ഹല്ലേലൂയ. നമ്മൾ ശരീരത്തിൽ ഒരുപാട് ആഹ്ലാദിക്കാതിരിക്കേണ്ടതിനാണ് ശരീരത്തിൽ എന്തെങ്കിലും ബലഹീനതകളോ രോഗങ്ങളോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു രോഗം വരുമ്പോൾ ആ രോഗാവസ്ഥയിൽ നമ്മൾ വീണു പോകാനല്ല, ആ രോഗത്തിൽ നമ്മൾ തകർന്നു പോകാനല്ല, ആ രോഗത്തിന് ആ രോഗം വന്നതിന് കർത്താവിന് വലിയൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ മേൽ. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ രോഗിയായിരിക്കുമ്പോഴും നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്നാണ്. കാരണം അപ്പോൾ പിശാചിൻ്റെ ദൂതൻ തന്നെത്താനെ നമ്മൾ വിട്ടുപോയിക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തമായ കരം നമ്മുടെ കൂടിരിക്കുകയും നമ്മളെ കാത്തു പരിപാലിക്കുകയും ചെയ്യുന്ന ആ സ്വർഗീയ പിതാവിൻ്റെ വചനം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും വചനത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ വചനം നമുക്ക് ജീവൻ തരികയാണ്, നിത്യജീവൻ. ഈ നിത്യജീവൻ അവകാശികളാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വരുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം തരുവാൻ യേശു നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഇരിക്കുന്നതിനാൽ നമ്മൾ സന്തോഷിച്ച് ആഹ്ലാദിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മതിമറക്കാൻ പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും ചിന്തിച്ച് ആലോചിച്ച് സമാധാനത്തിൽ ഐക്യതയിൽ കൊണ്ട് നടക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ശത്രുതയില്ല, സ്വാർത്ഥതയില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസൂയപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും നമ്മളിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ദൈവം നമ്മളിൽ വസിക്കുന്നു. നമുക്ക് നല്ല മനോഭാവം നമുക്ക് ദൈവം തന്ന് നമ്മെ അനുഗ്രഹിക്കും. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, വിശദീകരിക്കട്ടെ. ഈ വചനത്തിൻ്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തനായ സ്വർഗീയ പിതാവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കും.